ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജയരാമൻ ഒരു ഡോക്ടറെ കൊണ്ട് വരുന്നുണ്ട് ഗായത്രിയെ പരിശോധിക്കാൻ വേണ്ടി. ഒരുപാട് പ്രായം ചെന്ന ഡോക്ടറാണ്. ഗായത്രിയെ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല, പൾസും പ്രഷറും എല്ലാം നോർമലാണ്, ഓർമ്മയ്ക്കാണ് കുറവുള്ളത്, അതിനിപ്പം എൻ്റെ ചികിത്സ പറ്റില്ല, നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ നേടണമെന്നും പറഞ്ഞിട്ട് അയാൾ പോകാൻ വേണ്ടി ഇറങ്ങും. ഗായത്രിയോട് ജയരാമൻ പറയുന്നുണ്ട്, ഡോക്ടറെ യാത്രയാക്കിയിട്ട് ഞാൻ വരാമെന്ന്. ഡോക്ടറിൻ്റെ പുറകെ ഓടി ചെന്നിട്ട് പറയും, ഡോക്ടറെ ഗായത്രിയുടെ മുന്നിൽ വെച്ച് ഞാൻ ചോദിക്കാതിരുന്നതാ, തൽക്കാലം എന്തെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് ഗായത്രി ഒന്ന് ഉഷാറാക്കാൻ പറ്റുമോ? ഇപ്പോഴാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ നേടണമെങ്കിൽ ഒരുപാട് കാശാവില്ലേ, തൽക്കാലം ഡോക്ടർക്ക് തരാനുള്ള പൈസ ഞാൻ എങ്ങനെയും ഉണ്ടാക്കിക്കോളാം. ഡോക്ടർ പറയും, താൻ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത്, വെറുതെ മരുന്ന് കൊടുത്ത് ഒരാളെ ഉഷാറാക്കാനൊന്നും പറ്റത്തില്ല, അവർക്ക് വേണ്ട ചികിത്സ എന്താണോ അതാണ് കൊടുക്കേണ്ടത്. ഗായത്രിക്ക് ഇവിടെ ഓർമ്മക്കുറവിൻ്റെ പ്രശ്നമാണ്, അതിന് വേണ്ട ചികിത്സ വേണം നമ്മൾ കൊടുക്കാൻ. ഇപ്പോഴേ ചികിത്സിച്ചാൽ അത് എന്തുകൊണ്ട് നല്ലതായിരിക്കും, കുറേ കൂടി പോയി കഴിഞ്ഞാൽ കാര്യം വഷളായി പോകും. അല്ല, തനിക്ക് മക്കളൊന്നുമില്ലേ? അയാൾ പറയും, ഉണ്ട്, 2 പേരുണ്ട്, ഒരു മോനും ഒരു മോളും. എന്നാൽ പിന്നെ അവരോട് പൈസ ചോദിച്ചാൽ പോരെ, അവർ ചെയ്യത്തില്ലെന്ന് ചോദിക്കും. ജയരാമൻ പറയും, അവരോട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല, ഞാൻ തന്നെയാണ് അവരെ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഗായത്രിയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം എനിക്ക് എൻ്റെ മക്കളുടെ മുന്നിൽ കൊണ്ട് അവളെ നിർത്താൻ വേണ്ടി. ഇവരുടെ സംസാരം ഇടയ്ക്ക് ഗായത്രി ഒന്ന് കേൾക്കുന്നുണ്ട്, പക്ഷേ ഗായത്രിക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലേക്ക് കയറില്ല, എന്തൊക്കെയോ ഇവർ സംസാരിക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ. ഡോക്ടർ പറയും, എന്നെക്കൊണ്ട് ഇപ്പം യാതൊരു നിവൃത്തിയില്ലടോ, തനിക്ക് അലോപ്പതി പറ്റുന്നില്ലെങ്കിൽ ഹോമിയോയോ ആയുർവേദം നോക്ക്, ഇല്ലെങ്കിൽ നാട്ടുവൈദ്യം നോക്ക്, തന്നെ കൊണ്ട് എന്താണോ കഴിയുന്നത് അത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അയാളെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് പോകും. ഇനി കണ്ണൻ വൈദ്യൻ്റെ അടുത്തേക്ക് പോവാതിരുന്നാൽ മതിയായിരുന്നു ഗായത്രിയെ രക്ഷിക്കാൻ വേണ്ടി. ഇതൊക്കെ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ, നാട്ടുവൈദ്യത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി. ഗായത്രി പലതും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കട്ടിലിൽ വന്നിരുന്ന് അവരുടെ ഫാമിലി ഫോട്ടോ എടുത്ത് അഭിയെ നോക്കുന്നുണ്ട്. അഭിയുടെയും ആമിയുടെയൊക്കെ കുട്ടിക്കാലം ഗായത്രിക്ക് ഓർമ്മ വരും. എന്നാലും ഒരു തലവേദനയൊക്കെ എടുക്കുന്ന പോലെ ഉണ്ട് പലതും ഓർത്ത് പോകുമ്പോൾ. പിന്നെ ആ മുറിയിലിരിക്കുന്ന ജയരാമൻ്റെ ബാഗ് എടുത്ത് അത് തുറന്ന് അതിൽ നിന്ന് അയാളുടെ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിടും. എന്നിട്ട് ആ ബാഗ് ഒന്ന് കുടയുന്നുണ്ട്. ആ സമയം അഭിയുടെ വലുതായൊരു ഫോട്ടോ അതിലുണ്ടായിരുന്നു. ആ ഫോട്ടോ എടുത്തിട്ട് അഭിന്ന് ഗായത്രി പറയുന്നുണ്ട്. പിന്നെ ഗായത്രിയുടെ ബാഗ് എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടും. എന്നിട്ട് ബാഗ് കുടയുമ്പം 3 കെട്ട് നോട്ട് അതിൽ നിന്ന് വീഴുന്നുണ്ട്. ഗായത്രി ആ നോട്ട് എടുത്ത് ഒന്നും മനസ്സിലാവാതെ അതും പിടിച്ചുകൊണ്ടിരിക്കും. ആ സമയം ജയരാമൻ അങ്ങോട്ട് വരുന്നത്. ഗായത്രിയുടെ പണം ഇരിക്കുന്ന കാണുമ്പോൾ ജയരാമന് ഒരു അത്ഭുതമാണ്. ജയരാമൻ അമ്പരപ്പോടെ വന്ന് ചോദിക്കും, ഗായത്രി, ഈ നോട്ട് നിനക്ക് എവിടുന്നാ? ഗായത്രി ചോദിക്കും, നോട്ടോ? ജയരാമൻ പറയും, അതേ, നോട്ട്, നിന്റെ കയ്യിൽ ഇരിക്കുന്നത് നോട്ടാ. ഈ പണത്തിൻ്റെ പുറകെ പോയാൽ പലരുടെയും ജീവിതം തകരുന്നത്, എൻ്റെ ജീവിതവും തകർന്നത്, എനിക്ക് നിങ്ങളെയെല്ലാം നഷ്ടമാക്കിയതും ഈ പണം തന്നെയാണ്. പറ ഗായത്രി, നിനക്കിത് എവിടുന്നാ കിട്ടിയത്? ഗായത്രി ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഗായത്രി ചോദിക്കും, അഭി വരുമോ? ജയരാമൻ പറയും, വരും, അഭി വരും, അഭിയെ ഞാൻ കൊണ്ടുവരും, നിനക്ക് ഞാൻ ഉറപ്പ് തരുക. ഈ നോട്ടുകൾ എവിടെ നിന്നാന്ന് പറ ഗായത്രി, നീ ഇത്രയും നാളും എവിടെയായിരുന്നു? പിന്നെയും ഗായത്രി ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട്. കുറേ നേരം ജയരാമൻ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഗായത്രിക്ക് തലയൊക്കെ പെരുക്കുന്ന പോലെയാണ്. ഗായത്രി പറയുന്നുണ്ട്, അങ്ങ് ദൂരെ അമ്പലം, സന്യാസികൾ, ചിത, പുഴ, അങ്ങനെയൊക്കെ പറയും. ജയരാമൻ ചോദിക്കും, അതെവിടെയാ, നീ ഇത് എവിടെ ആയിരുന്നു? ഗായത്രിക്ക് പക്ഷെ കൂടുതൽ ഓർത്തെടുക്കാൻ പറ്റില്ല. വീണ്ടും അഭിയുടെ കാര്യം ചോദിക്കുമ്പോൾ ജയരാമൻ പറയും, അഭിയെ ഞാൻ കൊണ്ടുവരും ഗായത്രി എന്നും പറഞ്ഞ് അവളുടെ അടുത്തിരുന്ന് ഗായത്രിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, അഭിയെ മാത്രമല്ല, ഞാൻ കാരണം നിനക്ക് നഷ്ടപ്പെട്ട നമ്മുടെ മോളെയും ഞാൻ കൊണ്ടുവരും. അതിനെല്ലാം ഈ പണം ആവശ്യ ഗായത്രി, ഈ പണം കൊണ്ട് വേണം നിന്നെ ചികിത്സിക്കാൻ. ഈ പണത്തിന് ആരുടെയെങ്കിലും ജീവന്റെ വിലയുണ്ടെങ്കിലും എനിക്കിപ്പം ഇങ്ങനെ ചിന്തിക്കാനേ കഴിയൂ. ദേവരാജൻ മുറിയിലേക്ക് ചെല്ലുമ്പം കാണുന്നത് ദേവ് കരയുന്നതാണ്. അവള് ഭയങ്കര കരച്ചിലാണ്. ദേവരാജനും അത് കാണുമ്പോൾ സങ്കടമാവുന്നുണ്ട്. അവളുടെ അടുത്തിരുന്ന് അവളെ ആശ്വസിപ്പിക്കും. മോൾ ഇങ്ങനെ കരയാതെ, മോളിങ്ങ് എഴുന്നേക്ക്, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഞാൻ കണ്ണേട്ടനെ വിളിച്ചിരുന്നു, കണ്ണേട്ടൻ പറഞ്ഞു മോളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ. മോള് വേഗം എഴുന്നേറ്റ് മുഖമൊക്കെ ഒന്ന് കഴുകുക, നമുക്ക് അവിടം വരെ പോയിട്ട് വരാം. ദേവ് എണീറ്റിരുന്ന് മുഖമൊക്കെ തുടയ്ക്കും. എന്നിട്ട് പറയും, ഞാൻ എങ്ങോട്ടും വരുന്നില്ല, എനിക്ക് എൻ്റെ അഭിഷേകിനെ എത്രയും വേഗം കിട്ടിയാൽ മതി, എനിക്ക് എൻ്റെ അഭിയെ കിട്ടണം. ദേവരാജൻ പറയും, മോളെ, ഈ ഒരു ദിവസം മോളൊന്ന് ക്ഷമിക്ക്, അഭിയെ ഇവിടുന്ന് കൊണ്ടുപോയ പോലീസുകാർ തന്നെ അവനെ ഇവിടെ കൊണ്ടുവന്നെത്തിക്കും. കണ്ണേട്ടൻ അക്കാര്യം ഉറപ്പ് തന്നേക്കുക. അതിൻ്റെ കാര്യങ്ങളൊക്കെ മോളോട് നേരിട്ട് പറയാനാ കണ്ണേട്ടൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. എൻ്റെ മോള് വേഗം റെഡിയാവ്. അവള് പറയും, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, ഒരു തീരുമാനമായില്ലെങ്കിൽ ഇവിടെ കടന്ന് ഞാൻ മരിക്കും, അത് കണ്ട് എല്ലാവരും സന്തോഷിക്കട്ടെ. ദേവരാജൻ പറയും, എൻ്റെ മോൾ ഇങ്ങനെ ചിന്തിക്കുകയോ പറയുകയൊന്നും ചെയ്യരുത്, മോക്ക് ഞാനില്ലേ, മോക്ക് വേണ്ടിയല്ലേ ഈ ദേവരാജൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. മോളുടെ ഏതെങ്കിലും ആഗ്രഹത്തിന് ഈ അച്ഛൻ എതിര് നിന്നിട്ടുണ്ടോ? മോളുടെ ആഗ്രഹങ്ങളെല്ലാം അച്ഛൻ നടത്തി തന്നിട്ടല്ലേ ഉള്ളൂ, അതെന്താ മോൾ ഓർക്കാത്തത്? ഈ അച്ഛൻ ഉള്ളിടത്തോളം കാലം എൻ്റെ മോളുടെ ഓരോ ആഗ്രഹവും നടത്തി തരാതിരിക്കില്ല എന്ന് മോക്കറിയില്ലേ? അതുപോലെ ഇതും
ഈ അച്ഛൻ നേടിത്തരിക തന്നെ ചെയ്യും. എൻ്റെ മോള് ഇങ്ങനെ വിഷമിക്കല്ലേ. എൻ്റെ പൊന്നു മോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ അച്ഛൻ എത്രത്തോളം വേദനിക്കുമെന്ന് മോക്കറിയില്ലേ? മോളുടെ വേദന എത്രത്തോളാന്ന് ഈ അച്ഛൻ അറിയാം. ഇനി എൻ്റെ മോള് കരയോ സങ്കടപ്പെടുകയോ ഒന്നും വേണ്ട, സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കെ. ആ സമയം പ്രമീള മുറിയുടെ വാതുക്കലേക്ക് വരുന്നുണ്ട്. പ്രമീള കാണുമ്പോൾ ദേവരാജന് ദേഷ്യമാവും. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി പ്രമീളയോട് പറയും, എന്തെങ്കിലുമൊക്കെ പറയാനോ കേൾക്കാനോ ഉണ്ടെങ്കിൽ അതൊക്കെ നേരിട്ടാവാം, അല്ലാതെ ഈ ഒളിഞ്ഞും പാത്തൊന്നും വേണ്ട. ഇവിടെ നടന്നതിനൊക്കെ ഒറ്റ ഉത്തരവാദി പ്രമീള മാത്രമാ. കൂടെ നിന്ന് ചതിക്കുമായിരുന്നല്ലേ. എൻ്റെ മകളുടെ ജീവിതം തകർത്തിട്ട് നിനക്ക് എന്താ കിട്ടിയത് പ്രമീളയെ? പ്രമീളയ്ക്ക് ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? എൻ്റെ മകളുടെ ജീവിതം തകർക്കാൻ കൂട്ടുനിന്ന പ്രമീളയുടെ സേവനമൊക്കെ ഞങ്ങൾക്ക് ഇന്നത്തോടെ മതിയായി. ഒരമ്മയുടെ സ്നേഹം നൽകി പോലും എൻ്റെ മകൾക്ക് സ്നേഹം കൊടുത്തതൊക്കെ മതി. ഇനി ഇവിടെ കണ്ടുപോരുത്. എൻ്റെയോ എൻ്റെ മകളുടെയോ നിഴലിന് അടുത്ത് പോലും കണ്ടുപോരുത്. പ്രമീള പറയും, അഭി രക്ഷപ്പെട്ടല്ലോ, എനിക്ക് അത് മാത്രം മതി മാഷേ. ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അത് പറയാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതും പറഞ്ഞ പ്രമീള പോകും. ഈ കരച്ചിലിനിടയ്ക്കും ദേവുവിന് നല്ല ദേഷ്യവും പകയൊക്കെ ഉണ്ട്. അഭിഷേകിനെ വീൽ ചെയറിലിരുത്തി ഇഷ അവന്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇഷ പറയുന്നുണ്ട്, ഇതാണ് താങ്കൾക്കുള്ള മുറി. അഭിഷേക് പറയും, ഞാൻ മുറി മുഴുവൻ ഒന്ന് കാണട്ടെ. ഇതാണോ ഈ വീട്ടിലെ ഏറ്റവും വലിപ്പമുള്ള മുറി? മീൻസ് എല്ലാ സൗകര്യങ്ങളും ഉള്ളത്, വാഷ്റൂം, വായുസഞ്ചാരം, അങ്ങനെയെല്ലാം. ഇഷ പറയും, ഇത് എനിക്ക് വേണ്ടി പണി കഴിപ്പിച്ച ബെഡ്റൂമാ, ഏറ്റവും നല്ലത് എനിക്ക് തന്നെ തരണമെന്ന് പപ്പയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. നമുക്ക് ആ ഡോറിൻ്റെ അടുത്തേക്ക് പോവാമെന്ന് പറയും. പുറത്തെ കാഴ്ച കാണുന്ന പോലെ ഒരു വിൻഡോ ഉണ്ട് അവിടെ. അതിൻ്റെ അടുത്തേക്ക് ഇഷ കൊണ്ടുപോകും. ബെഡ്ഷീറ്റൊക്കെ നോക്കിയിട്ട് അഭി ചോദിക്കുന്നുണ്ട്, ഈ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ പുതിയതാണല്ലോ അല്ലേ? അവള് പറയും, അതെ സാർ. അഭിഷേക് ചുറ്റും ഒന്ന് നോക്കിയിട്ട് പറയും, എനിക്കിതങ്ങോട്ട് ഇഷ്ടമായില്ല. റൂം തരക്കേടില്ല, പക്ഷെ തരക്കേടില്ല എന്ന് ഞാൻ പറഞ്ഞതിന് ബെസ്റ്റ് എന്ന അർത്ഥമൊന്നും ഇല്ല കേട്ടോ. ഇഷ ഒരു ചിരിയോടെ അവൻ പറയുന്നത് നോക്കി നിൽക്കുകയാണ്. ഇതെല്ലാം അവൻ വെറുതെ പറയുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ അഭി അങ്ങനെയൊക്കെ പറയുമോ? അവൻ്റെ ആ വീട്ടിലെ ഏത് റൂമിൽ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് നന്നായിട്ട് അവൻ അറിയാമല്ലോ. ഇത് അവനെ സംബന്ധിച്ച് ശരിക്കും സ്വർഗം തന്നെയാണ്. മാത്രമല്ല ഇഷ അവൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇഷ കൂടെ ഉണ്ടെങ്കിൽ അവൻ എവിടെ ആണെങ്കിലും ഹാപ്പിയാണ്. ഗായത്രി ദേവി എന്തായാലും ഉടനെ ഒന്നും തീരുന്നില്ല. പുതിയ സീരിയൽ വരുന്നത് പൂക്കാലം തീർന്നിട്ടാണ്. അതുകൊണ്ട് ഇതിൻ്റെ കഥ ഇനി എങ്ങനെയൊക്കെ പോകുമെന്നുള്ളതും പറയാൻ പറ്റില്ല. ഗായത്രി ചികിത്സയ്ക്കായി കണ്ണം വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാതിരുന്നാൽ മതിയായിരുന്നു.